കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അംഗീകരിക്കുന്നില്ല എന്നൊരു കേരളത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾ, ആ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ആവശ്യമായ തുക ബജറ്റിൽ അവതരിപ്പിച്ചു, അംഗീകരിച്ചു എങ്കിൽ മാത്രമേ നാളത്തെ കേരളത്തിൻ്റെ വികസനത്തിന് സാധ്യതകളുണ്ടാകും. ദീർഘകാലമായി ഇന്ത്യ നിരവധി പദ്ധതികൾ നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ട്. ഞാൻ ആ പദ്ധതികളുടെ പട്ടിക ഇവിടെ നിരത്താൻ ആഗ്രഹിക്കുന്നതില്ല. പക്ഷേ കേരളം വളരെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളുടെ ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ജോലി കിട്ടുന്നതിന് വേണ്ടി പുറംനാട്ടുകളിലേക്ക് പോകുകയാണ്. ഇവിടെ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം കൂടിയാണ്. എഞ്ചിനീയർമാരായ കുട്ടികൾക്ക് പോലും സത്യം പറഞ്ഞാൽ ഈ സംസ്ഥാനത്തെ ജോലി കിട്ടാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളത് അത്രയോ ദുഃഖകരമാണെന്ന് നമ്മൾ ആലോചിക്കണം. ആ ദുഃഖം മാറണമെന്ന് ഒരിക്കലും ആലോചിക്കേണ്ടത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് അലോക്കേഷൻ ഉണ്ടാവണം, പുതിയ പദ്ധതികൾ അംഗീകരിക്കണം. പുതിയ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാനത്തെ ഗവൺമെന്റ് തൃപ്തികരമായ രൂപത്തിൽ മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ നമുക്കതറിയാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുമായി സംസ്ഥാനത്തെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ കൊടുക്കാൻ പോകുന്ന മെമ്മോറണ്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല. അത് ചർച്ച ചെയ്താലും ശരി, ഇല്ലെങ്കിലും ശരി, ഇന്ത്യ ഗവൺമെന്റ് ചില നിശ്ചിതമായ കാഴ്ചപ്പാടുണ്ടാകുന്നില്ല. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഈ സംസ്ഥാനത്ത് അനുവദിക്കുമെന്ന് ഇതിനോടുള്ളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. എയിംസിന് വേണ്ടി നമുക്ക് താല്പര്യമുള്ളതല്ലേ. അതോടൊപ്പം നമ്മളുടെ ടെക്നോക്രാറ്റ്സുകൾ അവർക്ക് കൂടുതൽ സൗകര്യം കിട്ടത്തക്ക വിധത്തിൽ, തൊഴിൽ സൗകര്യം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ. വിഴിഞ്ഞം മുന്നോട്ട് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായം വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മധ്യ തിരുവിതാംകൂറും മധ്യ കേരളവും രക്ഷപ്പെടത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. റെയിൽവേ പദ്ധതിയുടെ വികസനത്തെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചിട്ടുണ്ട്. ശബരി റെയിൽവേ എവിടെ നിൽക്കുന്നു എന്ന് ആർക്കും അറിയില്ല. അത് തൃശങ്കൂരിൽ നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ ആളുകൾക്ക് തോന്നുന്നത്. അപ്പോൾ പുതിയ റെയിൽവേ പദ്ധതിയില്ല, പുതിയ പ്രോജക്റ്റുകളില്ല. നമുക്ക് നിലവിലുള്ള പ്രോജക്റ്റുകൾക്ക് പണം കൊടുക്കുന്നത് എത്ര എന്നുള്ളത് അറിയില്ല. ഇന്ത്യ ഗവൺമെന്റ് ആകെപ്പാടെയുള്ളൊരു ആർഗ്യുമെന്റ് നിലവിലുള്ള അവരുടെ ചില സ്കീം അതൊക്കെ ഞങ്ങൾ തുടർന്നുകൊണ്ടേ പോകുമെന്നാണ്. അത് തുടരുന്നു എന്നുള്ളതിൽ അത്ഭുതങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ നടത്തുക ഇവിടെ നമ്മുടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടി, ബാങ്കുകളുമായിട്ടുള്ള കൺസോർഷ്യം, ഇതൊക്കെ ഒരു ഭാഗത്തും കൂടി നടക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് കേരള സംസ്ഥാനത്ത് കിട്ടേണ്ട എന്തെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റെങ്കിലും ഈ ബജറ്റിൽ അനൗൺസ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അത് അനൗൺസ് ചെയ്യാത്തതിനകത്ത് ഇന്ത്യ ഗവൺമെന്റാണ് പ്രാഥമികമായി ഉത്തരവാദികൾ. അതേസമയം കേരളത്തിന് വേണ്ടി കൊടുക്കേണ്ട പ്രോജക്റ്റുകൾ ഏത് എന്നതിനെ കുറിച്ച് ചർച്ച വേണ്ടേ? നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള കക്ഷികളുമായി ആലോചിക്കട്ടെ. കേരളത്തിന്റെ ഒരു മെമ്മോറണ്ടം ഉണ്ടാകട്ടെ. ആ മെമ്മോറണ്ടം സീരിയസ് ആയിട്ട് ഇന്ത്യ ഗവൺമെന്റിന് മുമ്പിൽ കൊടുക്കട്ടെ. അതുള്ള ചർച്ചയിലേക്ക് പോകാൻ പോയിട്ടില്ല. രണ്ടു കൂട്ടരും തൻപിടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സെൽഫ് ഗോൾ അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് കിട്ടുന്നതെല്ലാം ഞങ്ങളുടെ നേട്ടമാണ്, ഇത് വരുത്തുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റും സംസ്ഥാനത്തിലൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങണം എന്ന് പറയുന്ന ആർഗ്യുമെന്റും രണ്ടും ഒന്ന് തന്നെയാണ്. ഇന്ത്യ ഗവൺമെന്റ് അവഗണിക്കുന്നു, സംസ്ഥാനത്തെ ഗവൺമെന്റ് വേണ്ട വിധത്തിൽ ചെയ്യുന്നുമില്ല. ഇതിന്റെ രണ്ടിന്റെ മധ്യത്തിൽ ഞെരുങ്ങുന്നതാരാണ്? കേരളത്തിലെ സാധാരണക്കാർ, കേരളം വികസനം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഒരു വർഷക്കാലം കേരളത്തിന് വികസനരഹിത വർഷമാക്കി കേരളത്തെ മാറ്റി എന്നുള്ളതാണ് ഈ ബജറ്റിനെതിരായിട്ട് നമ്മൾ ശക്തിയായി പ്രതികരിക്കാൻ കാരണം. നമുക്കേതാ വികസനം? ആ വികസനത്തെ കുറിച്ച് ഒന്നും പറയുന്നതേ ഇല്ല. ഒരു കൊല്ലക്കാലത്തേക്ക് നമ്മൾ കയ്യും കെട്ടിയിരുന്നാൽ മതിയോ? ആ രൂപത്തിൽ പോയാൽ എവിടെ പോയി നമുക്ക് നിൽക്കാൻ കഴിയും? അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് കേരളത്തെ അവഗണിച്ചു. അവഗണന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി ആലോചിച്ചില്ല. നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള കക്ഷികളോട് പോലും ആലോചിച്ചില്ല. അതുകൊണ്ട് രണ്ടും കൂടി വന്നപ്പോൾ കേരളത്തിന്റെ സ്ഥിതി വളരെ ദുർബലമായി പോയി എന്നുള്ളതാണ് എന്റെ നിലപാട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഇതിനെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അസംഘടിത തൊഴിലാളി വിഭാഗത്തിന്റെ നേതാക്കന്മാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന്
ഒരു ശക്തിയായി നിന്നു എന്നുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് മറന്നുപോയ കാര്യം, കേരളത്തിലെ പല രാഷ്ട്രീയ കക്ഷികളും മറന്നുപോയ കാര്യം. അസംഘടിത തൊഴിലാളികൾ ഇന്ത്യ ഗവൺമെന്റിന്റെ മുമ്പിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ സംസ്ഥാനത്തോട് ചെയ്ത ഏറ്റവും വലിയ നീതി എന്നുള്ള വിശ്വാസമുള്ളയാളെ ഞാനുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ സ്നേഹിതന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒരിക്കൽ കൂടിയുള്ള അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഓൾ ഇന്ത്യ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് കോൺഗ്രസിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ സുധാകരൻ നായർ സാറിനെ ക്ഷണിക്കും. ഈ ധർണാ സമരത്തിന്റെ ബഹുമാന്യായ അധ്യക്ഷൻ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എസ് രാജീവ്, ബഹുമാന്യായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേന്ദ്ര ഗവൺമെന്റ് ഇന്നലെ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണനയ്ക്കെതിരെ, കേരളം എന്നുള്ള പേര് പോലും മറന്നുപോയ BJP സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഓൾ ഇന്ത്യ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സംഘടനയുടെ ജില്ലാ അധ്യക്ഷനും ഈ ധർണയുടെ അധ്യക്ഷനുമായ ബഹുമാന്യായ എസ് രാജീവിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹർദ്ദമായി സ്വാഗതം ആശംസിക്കുന്നു. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം ബഡ്ജറ്റാണ് ഇന്നലെ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ കേരളം എന്ന ഒരു വാക്കുപോലും പറയുവാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിക്കായില്ല എന്നുള്ളതാണ് കേരളത്തിലെ സാധാരണക്കാരുടെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുള്ളത്. അതിലുമൊക്കെ അപ്പുറത്ത് അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഈ സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നയങ്ങൾ കൊണ്ട് ഏതാണ്ട് 21 ലക്ഷം ചെറുകിട വ്യവസായശാലകൾ അടച്ചുപൂട്ടുന്ന കാഴ്ചയാണ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, നോട്ട് നിരോധനം ഉൾപ്പെടെ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും ജനവിരുദ്ധ നയങ്ങളിലൂടെ തൊഴിൽ നഷ്ടപ്പെട്ടത് അസംഘടിത മേഖലയിൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്കാണ്. അവരെ കൈപിടിച്ചുയർത്തുന്നതിന്, അവർക്ക് കൈത്താങ്ങായി മാറുന്നതിന് ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നമുക്കറിയാം, എയിംസ് ഉൾപ്പെടെ ഈ ബഡ്ജറ്റിൽ നിരവധി പദ്ധതികൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു സിനിമാ നടൻ നടത്തിയ നാടകങ്ങൾ, അതുവഴി തൃശൂരടക്കമുള്ള പ്രദേശത്ത് അധികാരത്തിലെത്താൻ കളിച്ച നാടകങ്ങളൊക്കെ ഇവിടെ ഒരു MP ഉണ്ടായാൽ ഈ കേരളം തങ്ങൾ ചുമലിലേറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ തവണ NDA കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. നമുക്കറിയാം, അവിടെ നടത്താവുന്ന മുഴുവൻ നുണക്കഥകളും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു MP-യെ സൃഷ്ടിച്ചെങ്കിൽ അധികാരം കയ്യാളി അധിക ദിവസം തികയുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തെ മുൻപ് എങ്ങത്തേക്കാൾ ഉപരി തഴയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ ഉയർത്തുന്നത്. ഞങ്ങൾ അസംഘടിത തൊഴിലാളികൾ കേരളത്തിലെ മുഴുവൻ ജില്ലാ തലസ്ഥാനങ്ങളിലും ഇതുപോലെ ഇന്ന് സായാഹ്ന സമരം, പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിക്കുക. ഈ സമരത്തോട് കേരളത്തിലെ സാധാരണക്കാർ, കേരളത്തിലെ പാവപ്പെട്ടവർ, വിശിഷ്യ തൊഴിലാളി വർഗം ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്ക് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഈ സമീപനത്തിനെതിരെ
ഈ ബഡ്ജറ്റിനെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഒരു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി KPCCയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞില്ലമ്പള്ളി അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ദീർഘമായി ഒരു കാര്യത്തിലേക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ 1-2 സംസ്ഥാനങ്ങൾ ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബഡ്ജറ്റിലൂടെ അനുവദിക്കേണ്ടുന്ന പണം മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം കുറെയെങ്കിലും അനുവദിച്ചുവെങ്കിലും അതിഭീമമായ തുക 2 സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയും കേരളത്തിന് കൊടുത്തത് വലിയ വർദ്ധപൂജ്യമായിരുന്നു എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അതിനെ പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി UPA ഗവൺമെന്റ് കാലത്ത് നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കുകയും അത് പാസാക്കപ്പെടുകയും അത് നിയമമായി മാറുകയും രാജ്യത്തെ അസംഘടിത മേഖലയിലെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തിയെങ്കിൽ ഈ ബഡ്ജറ്റിന് അസംഘടിത മേഖലയിലെ ആളുകൾക്കുള്ള ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ വിഹിതം പോലും വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഇന്ന് മുൻപോട്ട് പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിന് പകരം ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇന്നത്തെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് അതിനെ നമുക്ക് ശക്തമായി പ്രതിഷേധിക്കണം. അതിനെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളാകണം. ആയതുകൊണ്ട് ദേശീയ തൊഴിലുറപ്പ് ഇതേപോലെയുള്ള പരിപാടികൾക്ക് അതിനെതിരെ പ്രതിഷേധവുമായി കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ എത്തിയിരിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത സംസാരത്തിനായി ശ്രീ തോമസ് കല്ലാടൻ അവരുടെ യോഗാധ്യക്ഷൻ ശ്രീ രാജീവ്, ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ, KPCCയുടെ സെക്രട്ടറി എന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കുഞ്ഞില്ലമ്പള്ളി, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അൺഓർഗനൈസ്ഡ് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ ധരണയ്ക്ക് സർവ്വവിധമായ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ നേരുന്നു. കേരളത്തെ മറന്ന ഒരു സർക്കാർ, കേരളത്തിന്റെ ഏറ്റവും മുഖ്യ വരുമാനങ്ങളൊന്നായ റബ്ബറിനെ മറന്ന, കൃഷിക്കാരെ മറന്ന ഒരു സർക്കാർ, കേന്ദ്ര സർക്കാർ, ആ സർക്കാരിനെതിരെയുള്ള, സാധാരണക്കാരനെ അവഗണിച്ചിരിക്കുന്ന ഈ സർക്കാരിനെതിരെയുള്ള പോരാട്ടം നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ്. ഇന്ന് കേന്ദ്ര ബഡ്ജറ്റിനെതിരെ ഒരു പ്രതിഷേധ സമരം നടത്തുന്ന ആദ്യത്തെ ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ ഇന്ന് ഈ കോട്ടയം ടൗണിന്റെ നടുക്ക് ഈ പ്രതിഷേധം എന്തുകൊണ്ടും പൊതുജനങ്ങളെ, ജനങ്ങളെ BJP സർക്കാർ കേരളത്തോട് കാണിച്ച അവഗണന ചൂണ്ടിക്കാണിച്ചതിലൂടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ, ഇവിടെ നേതാക്കളുടെ എല്ലാ കൂട്ടായ്മയുടെയും ഒരു ഒത്തൊരുമയുടെയും പ്രാധാന്യം ഇവിടെ കാണുകയുണ്ട്. കൂടുതലായി എന്നും പറയുന്നത് ഇന്ന് ഈ വലിയ ഒരു പ്രതിഷേധ സമരം നടത്തിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളുടെ ഉപസംഹരിക്കുന്നു.